പേര് രജിത്തനാണ്. ഞാനാണ് ഈ സിനിമ, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും. നമസ്കാരം. നമ്മൾ അപൂർവപുത്രന്മാരുടെ റിലീസ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഷോയും എനിക്ക് തോന്നിയപ്പോൾ മാറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് ഡയറക്ടർ ശ്രീജിത്ത്, ഇത് ശ്രീജിത്ത്, എൻ്റെ പ്രൊഡ്യൂസർ ആരതി, ലൈൻ പ്രൊഡ്യൂസർ ചേട്ടൻ, എഡിറ്റർ, നമ്മുടെ ക്യാമറമാൻ ആൻഡ് എൻ്റെ പേരെന്താണ്? ഹായ്, നമസ്കാരം. നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ കുറെ പേര് രാവിലെ സിനിമ കാണാനുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ കഴിഞ്ഞിറങ്ങിയപ്പോ നിങ്ങൾക്കും ഇഷ്ടമായി എന്നറിഞ്ഞു അല്ലേ? സന്തോഷം. അപ്പോ ഈ മഴയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് എന്താ പറയുക, പടം ഇറങ്ങിയ കാര്യം പറഞ്ഞിട്ടോന്ന് സംശയമുണ്ട്. കാരണം വാൾ പോസ്റ്ററുകളൊന്നും നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല, വളരെ കുറച്ച് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം മഴയായതുകൊണ്ട് ഒട്ടിച്ചാലപ്പത്തന്നെ പോകുന്നതുകൊണ്ട് മഴ ഒന്ന് ഒതുക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പടത്തിന് നല്ല അഭിപ്രായമുണ്ട്, കണ്ടവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളും പരിപൂർണമായിട്ട് നമ്മളോട് സഹകരിക്കണം. ആദ്യക്കെന്ത് പറയാം? നമസ്കാരം. ഇങ്ങനൊരു പ്രസ് മീറ്റ് ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എൻ്റെ വലിയ താങ്ക് യു. പിന്നെ പടം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇന്ന് അപൂർവപുത്രന്മാർ തിയേറ്ററിലെത്തിയപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. ബിക്കോസ് ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെ ഒടുവിലൊരു ഫലമുണ്ടായ ദിവസമാണ്. ഞാൻ മാത്രമല്ല, ഒരു നല്ലൊരു മെസ്സേജും ഉണ്ട് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഇതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. ഫാമിലീസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്ചറും കൂടെയാണ്. ഇപ്പം കുറേ ആയിട്ട് നമുക്കിപ്പം യൂത്തിനുണ്ട്, ന്യൂ ജെന്നിന് അങ്ങനെ മാത്രം കുറേ പടങ്ങളാണ് ഇറങ്ങുന്നത്. പക്ഷെ ഫാമിലി ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാനുള്ള മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്നില്ല. സോ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിരിപ്പടം, ഭയങ്കര ചിരിക്കാൻ ശരിക്കും നിങ്ങൾക്ക് ആസ്വദിച്ച് ഒരു 2.25 മണിക്കൂർ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരുന്ന് കാണാനുള്ള കണ്ടന്റാണ്. ബട്ട് അതിൻ്റെ ഇടയിൽ ചിന്തിപ്പിക്കുന്ന കുറച്ച് വിഷയങ്ങളും ഉണ്ട്. കൂടുതൽ ഞാൻ പറയാനില്ല. ഓവർ ടു ശശിയേട്ടൻ. എൻ്റെ പേര് ശശി നമ്പീശൻ. ഞാൻ എൻ്റെ കോ-പ്രൊഡ്യൂസറാണ്. സിനിമയെ പറ്റി ആരതി പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ശരിയാണ്, അതൊരു മുഴുനീള എൻ്റർടൈനറാണ്. അതിനൊപ്പം അപ്പനും 2 മക്കളും തമ്മിലുള്ള ആ സ്നേഹം വളരെ 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 എന്താ പറയുക, സെൻറ്റിമെൻ്റലായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈം എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ പോലും അതിലെ സിനിമ കണ്ടിട്ട് കരയുന്ന നിമിഷങ്ങൾ ധാരാളമുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു ഫാമിലി മൂവിയാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പഠിക്കാൻ പല കാര്യങ്ങളുണ്ട്. പിന്നെ സമൂഹത്തിലെ ചില രീതികളെ കുറിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് ടോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇനിയും അത് നല്ല രീതിയിൽ അതിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അപേക്ഷിക്കുന്നു. താങ്ക് യു. ഈ ഔപചാരികത ഒന്ന് ഒഴിവാക്കിയ നമുക്ക് ശ്വാസം വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടാവില്ല. കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു ചിത്രത്തിൽ കാണുന്നത്. അതിൽ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ്, ഒരുപാട് ചിരിക്കുന്ന നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ലാൽച്ചേട്ടന്റെ കൂടെയുള്ള ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് ഉണ്ട്. നിന്റെ കൂടി വോയിസ് കേൾക്കുമോ? റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാൽച്ചായനും കൂടി ശരിക്കും വേണ്ടതായിരുന്നു ഈ പരിപാടിക്ക്. കാരണം പടം കണ്ടിറങ്ങിയവരൊക്കെ ലാൽച്ചായനോട് അന്വേഷണം പറയണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാൽച്ചായെ കുറിച്ചില്ലേ?
അശോകൻ ഇങ്ങനൊരു അപ്പനെ കിട്ടാനും വേണ്ടേ? നമ്മള് മറ്റേ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ പറഞ്ഞത് മലയാള സിനിമയിൽ എപ്പോഴും ഒരു ഐഡിയൽ അപ്പൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ലാൽച്ചായൻ തന്നെയാണ്. ഇതിൽ പുതിയൊരു ലാൽച്ചായന്റെ അപ്പൻ വേഷം നമുക്ക് കാണാം. ഈ അപ്പനും മക്കളായിട്ടുള്ള ഒരു സാധനമുണ്ട്, അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അശോകന്റെ. അപ്പൊ പടം കാണാത്തവർക്കായിട്ട് ഒരു ഇത് ഞാൻ കളയുന്നില്ല. ആ രണ്ട് ട്രാക്കും ആണ് നമുക്ക്. ഞാനിന്ന് പടം കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഏരിയ. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവര് രണ്ടും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പഴയ കഥകളൊക്കെ കേൾക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫൺ. അപ്പൊ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഈ എഴുത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഈ സീനിയർ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നിങ്ങളുടെ സിനിമകളിലും കാണാറുണ്ട്. ശരിക്കും എന്താ കണ്ടു വളർന്ന അവരോടുള്ള ഒരു ട്രിബ്യൂട്ട് ആണെന്ന് പലപ്പോഴും എഴുതുമ്പോഴും കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ സംഭവിക്കണം. എടാ ട്രിബ്യൂട്ടില് ഉപരിയായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ ആസ്വദിക്കുക എന്ന് പറയില്ലേ. ഞാനിങ്ങനെ ലാലിച്ചാനൊക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടേ ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട് വയ്യാണ് സ്റ്റേറിംഗ് അറ്റ് മീ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ റീൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ എന്നെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ് ഞാൻ വിഷ്ണു. അപ്പോൾ ഈ പടത്തിലാണെങ്കിലും അശോകേട്ടൻ, ലാലുച്ചായൻ അവരുടെ അഭിനയിച്ചപ്പോൾ ഏറ്റവും കിട്ടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഭിനയത്തിനുപരിയായിട്ട് അവരഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു കടന്നുപോക്കുണ്ട്. ഇപ്പൊ ഞാൻ നിർണയത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള അവരുടെ കഥകളില്ലേ, ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത്. അശോകേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ്. അതിന് മാത്രമല്ല, ഇപ്പൊ ഞാൻ വിഷ്ണു ഏറ്റവും കൂടുതൽ ചോദിച്ചത് യവനിക എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അശോകൻ ചേട്ടനോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ പെരുവഴിയമ്പലം മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പത്മരാജൻ സ്കൂളാണ് അദ്ദേഹം ചെയ്ത ഓരോ വേഷവും എങ്ങനെയാണ് അമരത്തിലെത്തിയത്, അമരത്തെ ആ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ടത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞു നമ്മളെ പോലെയുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമാ പ്രേക്ഷകരുടെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ കടന്നുപോയത്. അപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ BGM കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. സാധാരണ നമ്മൾ നായകന്മാരാകുന്ന പടങ്ങൾ ഞാൻ വിഷ്ണു കാണാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ പറയുന്ന സിനിമ ടാക്കീസിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നത്. ഈ കാണുമ്പോൾ അന്ന് എൻ്റെ വിഷ്ണുവിന്റെയും മുമ്പിൽ ലാലുച്ചായൻ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മളത് കണ്ടങ്ങ് പോവുള്ളൂ, അഭിനയിച്ചങ്ങ് പോവുള്ളൂ. പക്ഷെ RR വന്നപ്പോൾ അല്ലെങ്കിൽ BGM വന്നപ്പോൾ വില്യംസ് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയില്. അത് RR വന്നപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്ട് എടുക്കാറ്? കാരണം കുറച്ച് പേർക്ക് കൊടുക്കുന്ന കൊട്ടുകൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താന്ന് ഞാൻ പറയുന്നില്ല, സബ്ജക്റ്റിന് സ്പോയിലർ ആവുന്നത്. കാരണം ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം വാക്കുകൾക്കും പേരുകൾക്കും വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴാൻ വിദൂരമല്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു തോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചർച്ചയാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു? അതിന് പേടിയില്ല, കാരണം ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരു വലിയൊരു വിഷയമാണ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നത്. അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അത് ഇന്റർവ്യൂവിന് ശേഷം ആ ഏരിയയാണ് വരുന്നത്. അപ്പം പിന്നെ മെയിൻലി ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചില വിഷമങ്ങളുണ്ടാവും. മീൻസ് എന്താ പറയാ, ചില ഫേക്ക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ കുറച്ച് ഞാൻ ഒന്നിനും നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം എല്ലാവർക്കും പറയാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആരും മൈൻഡ് ചെയ്തത്. താങ്ക് യു. ചേട്ടാ,
വിശ്വസിക്കാൻ പറ്റുന്നത് പറയാൻ പറ്റിയ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ പലപ്പോഴും ആദ്യം വരുന്ന പ്രതീക്ഷയോടെ ഉണ്ടാകുന്ന റിസൾട്ട് പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് അപ്പോഴേക്കും അങ്ങനെ ഒരു പേടി തട്ടിയിട്ടുണ്ടോ? പേടി തട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര്, നമ്മുടെ ക്രൂ, അങ്ങനെയാണല്ലോ എല്ലാവരും നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത്. അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒരിക്കലും അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇന്നൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിഷ്ണു ഒക്കെ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. എന്താണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. ഇപ്പോ കേരളത്തിലെ അങ്ങോളങ്ങളുള്ള തിയേറ്റേഴ്സിൽ നിന്നും ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത്. സിനിമ അത്യാവശ്യം എന്നല്ല, നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ സംവിധായകരടക്കം നിന്ന് പറയാണ് ഒരു ക്ലീൻ എന്റർടൈനർ. കാരണം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയ്ക്ക് തമാശയുണ്ട്, നല്ല രീതിയിൽ തമാശയുണ്ട്. അത് കോമഡിയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പാട്ടുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവതരന്മാർ എന്നുള്ളതാണ് ടോട്ടൽ. ഇപ്പൊ കേരളത്തിൽ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എല്ലായിടത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. ചോദിക്കുന്നില്ല ഒന്നും, ഒരാരുമില്ലേ? അവൻ പാവം ചോദിച്ചു മടുത്തു. ഈ PK സിനിമ സംസാരിച്ച ഇതേ വിഷയം തന്നെയായിരുന്നു, അമീർ ഖാന്റെ. അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തിനെടുത്ത് അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ ആ ഒരു മതവിഭാഗത്തിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ആ ഒരു മതവിഭാഗം തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ക്യാമറമാൻ ഷിൻഡോ ഞാന് ആക്ച്വലി നിങ്ങൾ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോ ഈ സബ്ജക്റ്റ് ആദ്യം കേട്ട സമയത്ത് എനിക്കൊരു ഭയമുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റ് ആദ്യം വായിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വർക്കാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുത്തു. പിന്നീട് ഞാൻ ഈ സബ്ജക്റ്റ് ഈ പ്രത്യേക മതവിഭാഗത്തിലുള്ള മുന്തിയ ആൾക്കാരോട് പോയി ഡിസ്കസ് ചെയ്തു. അവിടുത്തെ ഈ പ്രത്യേക മതവിഭാഗത്തിലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം അവർക്കും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളുകളുണ്ട് ഇവരുടെ ഇടയിൽ. അപ്പൊ അവിടെ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ളത് കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഈ പടം ചെയ്തത്. ഇത് ഒരിക്കലും ഞാനും വിശ്വാസിയാണ്, എനിക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളൊരു വിശ്വാസത്തിൽ വീഴ്ത്തി കളയണമെന്നില്ല. ഇതിലെ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകള്, പിന്നെ അതുപോലെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ പേരിലാണ് പിന്നീട് ഞാൻ ഈ പടം ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്ത് വരാനും ഇടയായത്. പൂനെ എന്നുള്ളൊരു ആക്ട്രസിനെ കാസ്റ്റ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? പൂനെ അവര് തന്നെ പറഞ്ഞതാ. അല്ല, മെയിനായിട്ടും ഇവിടെയുള്ള ഈ ലേഡി ആർട്ടിസ്റ്റിനൊക്കെ ഈ കോസ്റ്റ്യൂം ഉൾപ്പെടെ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ടും അതുകൊണ്ടാണ് പിന്നെ സോങ് തന്നെയല്ലേ, സോങ് അത് ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആവശ്യം ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്ലാമറസ് ആയിട്ടൊക്കെ ചെയ്യണമെന്ന് ഇവരുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്നു, ആ പാട്ടിലും അല്ലാതെയൊക്കെ. അപ്പൊ അതിവിടെ ചൂസ് ചെയ്ത് കുറെ പേര് ഇവിടെ നോക്കി, അത് വർക്കായില്ലേ, അങ്ങനെയാണ് പുറത്തുനിന്ന് ആളെ ചൂസ് ചെയ്യുന്നത്. ഓ, കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി നമുക്കൊരു
ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലോ വന്നിട്ടുണ്ട്, ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിൽ ഒരു ഹാസ്യം ഉൾപ്പെടുന്നത് അത് എങ്ങനെ വേണോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഭാവനയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് ഒരു സാധനം സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 തവണ ആലോചിക്കണം, ഇത് എങ്ങനെയായിരിക്കും അയാൾക്ക് ഫീൽ ആകുന്നത്, ഇത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എങ്ങനെയായിരിക്കും ഫീൽ ആകുന്നത് എന്ന് 10 തവണ എങ്കിലും ചിന്തിച്ചിട്ട് ഒരു കാരണം എഴുതാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വർക്കൗട്ടായി വരത്തില്ല. എത്രത്തോളം അത് ടഫാവുന്നുണ്ട്? നിങ്ങൾ രണ്ടുപേരും ഹ്യൂമർ നല്ലോണം ചെയ്യുന്ന, നല്ലോണം എഴുതുന്ന, നല്ലോണം പ്രസന്റ് ചെയ്യുന്ന രണ്ടുപേരാണ്. അപ്പോൾ എത്രത്തോളം ടഫാണ് നിങ്ങളെ സംബന്ധിച്ചത്? അല്ല, അത് മുമ്പാണെങ്കിലും അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു തമാശ എഴുതി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വർക്കാവും എന്നുള്ളത്, ആർക്കൊക്കെ വേദനിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നേരത്തെ എഴുതുന്നത്. അതിന്റെ ഒരു ഇപ്പൊ നമ്മള് ഫോക്കൽ ലെങ്ത് മാറൂലേ ഓരോ ക്യാമറയുടെ അപ്ഡേഷൻ വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു എഡ്ജുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഈ ലോകം മാറുന്നതനുസരിച്ച് നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പുറകിലോട്ടാണോ മുമ്പിലോട്ടാണോ പോകുന്നത്? കാരണം വെച്ചാൽ പണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവര് ഇന്നത് കേൾക്കുമ്പോ അയ്യോ ഇന്ന് എന്നെ കളിയാക്കുന്ന പോലെ ആണല്ലോ എന്ന്. അതെ, ലോകം അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാവരും മാറും. അപ്പൊ എഴുത്തുകാരും അതിനനുസരിച്ച് മാറണം എന്നുള്ളത് തന്നെയാണ്. നമ്മളും അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു തമാശയൊന്നുമല്ല ഇത്. ഈ സിനിമ ആക്ച്വലി അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു സിനിമ. കാരണം ഇതിലെ സിറ്റുവേഷനുകളാണ് ഹ്യൂമർ അല്ലേ. ഇപ്പൊ തിയേറ്ററിൽ നല്ല പൊട്ടിച്ചിരി ഉണ്ടായിരുന്ന അതെല്ലാം ഒരിക്കലും ഒരു വെർബൽ കോമഡിയോ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്യുന്ന കോമഡിയോ ഒന്നുമല്ലല്ലോ. ആ സിറ്റുവേഷനിൽ ഇവര് പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിക്കാണ്ടായ കാര്യം അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ കാണുക എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ അങ്ങനത്തെ കുറെ മുഹൂർത്തങ്ങളുണ്ട്. അത് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരും. ഇതിനോട് ചേർത്തുള്ള ഒരു ചോദ്യം, അപ്പൊ നിങ്ങൾ രണ്ടുപേരാണല്ലോ, ഞാൻ നേരത്തെ ചോദിച്ചിട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും നല്ല കോമഡി സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുള്ള രണ്ടുപേരും. അപ്പൊ ശരിക്കും നിങ്ങൾക്കും അതൊരു പ്രഷറാണല്ലോ, കോമഡി എഴുതുക അല്ലെങ്കിൽ കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ. അപ്പൊ ഈ വേറെ ജോണറൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോമഡി ടാഗ് ഭയങ്കര പാടാവുന്നുണ്ടോ? എടാ, വേറൊരു ട്രാക്ക് ഞങ്ങൾ പിടിച്ചതാണ് നമ്മുടെ വെടിക്കെട്ട് അല്ലേ. വെടിക്കെട്ടില് അത്യാവശ്യം നമ്മള് ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും സീരിയസ് ആവണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ പടമൊന്നുമില്ല വെടിക്കെട്ട്. വെടിക്കെട്ടിലെ സബ്ജക്റ്റ് വളരെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടക്ടറൊക്കെ ഭയങ്കര കനമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമായപ്പോൾ നമുക്ക് എഡിറ്റിംഗിലൊക്കെ വരുമ്പോൾ എപ്പോഴും തമാശയാണ് മാറ്റപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ എഡിറ്റിംഗ്, ഹ്യൂമർ അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങൾ വെടിക്കെട്ട്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയുള്ളൂ. ഇവർ രണ്ടുപേരെ ഞാൻ രജിത്തേനെയും ഈ പറയുന്ന ശ്രീതേനെയും വെച്ച് കൊണ്ട് തന്നെ പറയുന്നത്, ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു തമിഴ് പടം ശിവകാർത്തികേയന്റെ ഒക്കെ പടങ്ങളില്ലേ, അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ മീറ്റർ ഏതാണ്, ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവർ അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അവരത് കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട്, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ ബലം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, ഒരാൾ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ കണ്ടിട്ട് കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിക്കും അല്ലെ, ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ 99% പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിരിക്കണമെങ്കിൽ സത്യമല്ലേ? അപ്പൊ ആ കൈയടി സിനിമയ്ക്ക് അർഹ എന്ന് പറഞ്ഞ അർഹരാണ് ഞങ്ങൾ ആ കൈയടി. അത്രേ ഉള്ളൂ. നമ്മുടെ മലയാള സിനിമയിൽ നമ്മളെ കേൾപ്പിച്ച കുറെ കോംബോ ഉണ്ടല്ലോ, നമ്മുടെ ദിലീപ്, അതേപോലെ മോഹൻലാല്, ശ്രീനിവാസൻ, അതേപോലെ ഒരു കോംബോ ക്രിയേറ്റ് ആവണം നമ്മൾ തോന്നുന്നില്ല. അതങ്ങനെ ആയി വരുന്നതാണോ അതോ അതാദ്യം പറഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി ഇവിടെ. അല്ല, അങ്ങനെ അവർ ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലല്ലേ? ഈ സിനിമ മാത്രല്ല പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് വേറെ ഒരു പടത്തിൽ ഹ്യൂമർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതറിയാം നിങ്ങൾ. നമ്മൾ പറയുമ്പോഴേ ഞാനും വിഷ്ണു കോമഡി പടങ്ങൾ എഴുതുകയാണ്, ഞാൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു, ഇവൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് ആദ്യമായിട്ട് A to Z ഞാനും ഇവനും ഹ്യൂമർ കെയർ ചെയ്യുന്ന ആദ്യത്തെ പടമാണിത്. സത്യമല്ലടാ?
പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇതൊക്കെ സംഭവിക്കലാണ്. ബ്രോയുടെ നാളും പറഞ്ഞോട്ടെ, അതേപോലെ നല്ലൊരു കോമ്പോ ആവട്ടെ ഞാൻ വിഷ്ണു. മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? കോമഡി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ത്രൂ ഔട്ട് കോമഡി സിനിമകൾ? ആ വന്നണ്ടേ, അതിനൊക്കെ വേറെ ആരെയും വെച്ചാൽ പോലെ ഞാൻ ഇവരോട് തന്നെ ചോദിക്കില്ല. അങ്ങനെ നടക്കാതെ പോയതാ. കൃഷ്ണേടാ ഇപ്പൊ പോകുന്ന ഒരു ജേർണിയിൽ ഇപ്പൊ ചെയ്തു വരുന്ന കഥാപാത്രം പീഡിയം ചെന്നതിന്റെ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഫൈറ്റുകൾ ചെയ്ത് കുറെ ഒരു കരിയറിൽ വേറൊരു ഗ്രാഫിക്സ് ചിത്രമായിരുന്നത്. അപ്പൊ അതേപോലെ ഒരു ബ്ലേഡ് മാത്രം അവനെ അടിച്ചു തന്ന അവനാരാ പോവാൻ. അതേപോലെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ കരിയറിൽ അങ്ങനെ ഒരു ഇനി വരാൻ പോകുന്ന ഒരു ചിത്രം എന്ന് പറയാനായിരിക്കും ഇതുവരെ ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല, അത് അങ്ങനെ പറയാനായിട്ടില്ല. അങ്ങനെ പറയുമല്ലോ. വരുന്നുണ്ട് അപ്പൊ അണിയറയിൽ ചേട്ടാ എന്താടാ ഇതേപോലെ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലിനകത്ത പെർഫോമൻസ് ഒക്കെ ഫൈറ്റ് സീൻസ് ഒക്കെ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ആക്ടർ എന്ന നിലയിൽ എത്രത്തോളം എക്സ്ട്രീമിലി ആവാൻ ശ്രമിക്കുന്നുണ്ടോ അതേപോലെ ഒരു ആക്ടറാണ് താങ്കൾ. അപ്പൊ അങ്ങനെ താങ്കളുടെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന ലെവലിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഇനി ഒരു കഥാപാത്രം വരാനുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഓരോന്നും ചെയ്ത് തന്നെയല്ലേ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു കാര്യം ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ജയപരാജയങ്ങളിൽ ഉപരിയായിട്ട് ഓരോ സിനിമയും എൻ്റെ വിജയങ്ങളായിട്ട് കൂട്ടുന്ന ആളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാ ആ കാര്യത്തിലൊക്കെ. ഈ പറഞ്ഞ കൂടുതലാണെങ്കിലും ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ശുക്രനാണെങ്കിലും എല്ലാം വേറെ വേറെ ജോണറിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോ നമ്മള് ബോംബുകഥയിലെ ഒരു പാവം ആളാണെങ്കിൽ യമണ്ട പ്രേമ അടുത്ത പടം എന്റെ യമണ്ട പ്രേമത്തിലെ വില്ലനായിരുന്നു, സൈക്കോ ആയിരുന്നു. അതിനു മുമ്പ് റോൾ മോഡൽസ് ആയിരുന്നു. പിന്നെ തിരുമാലിലെ വീണ്ടും പാവം ഗോപിയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് ഹീറോ എന്നുള്ളതിൽ ഉപരിയായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ വരിക, സിനിമകൾ ചെയ്യുക, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നമ്മളുടേതാവുക എന്നുള്ളതാണ്. ഈ വെള്ളിയാഴ്ച എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് അപൂർവോത്തരന്മാര് നമ്മൾ വന്ന വഴിയിൽ നമ്മൾ കഷ്ടപ്പെട്ട വഴികളോ മറ്റുള്ളവർ അറിയണമെന്നില്ല. നമ്മുടെ സക്സസ് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ കാണുന്നത്. അതിന് മുമ്പുള്ള ജീവിതമോ അതിന് പെട്ട പാടോ അവർ അറിയുന്നത്. പക്ഷെ ഇത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. അത് പിന്നെ അവർ പറഞ്ഞു പോകുമായിരിക്കും. പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് മാറാൻ ടൈം എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിൽ വളരെ സിമ്പിൾ ആണ്. ഒരൊറ്റ ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ അത് തീർത്ത് തരാം. ഒരു പുഴയില് ഒരാള് വെള്ളത്തിൽ വീണിട്ട് ജീവശ്വാസത്തിന് വേണ്ടിയിട്ട് അയാൾ കടകാലടിക്കുകയാണ്. കടകാലടിക്കുകയാണ്. അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോവും, മരിക്കും, അയാൾക്ക് ജീവനില്ല. പക്ഷെ അയാൾ എവിടേക്കോ നീന്തി കടകാലടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരക്കൊമ്പ് പിടിച്ച് എന്റെ തന്നെ കുട്ടിക്ക് ഞാനാന്ന് വിചാരിച്ചു വെള്ളത്തിൽ വീണാണ്. ആ വെള്ളത്തിൽ വീണ ആള് ഞാനൊരു വിധം അത് ഞാൻ കിടന്ന് അലറുന്നുണ്ട്, എന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അലറുന്നുണ്ട്. ആരും കേട്ടിട്ടില്ല, ഒരാളെ കേൾക്കുന്നില്ല, എന്നെ അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ എവിടേക്കോ കിട്ടിയ ഒരു കുഞ്ഞ് മരക്കൊമ്പില് ഞാൻ പിടിച്ച് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് വന്ന് കരയെ അടിഞ്ഞു. ആ കരയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മേലൊക്കെ നനഞ്ഞിരിക്കല്ലേ, ഷർട്ടൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ മുണ്ടായിരിക്കും ഇടുന്നത്, മുണ്ടൊന്നും നീങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ പറ്റത്ത് കിടക്കൂലേ, ശ്വാസം ഇട്ടിട്ട് ഇങ്ങനെ ഈ ശ്വാസത്തിൽ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഒരുപാട് പേര് ഓടിക്കൂടിയിട്ട് പറയും, ഈ മുണ്ട് മാറി കിടക്കുന്നു, ശരീരം ഒട്ടി കിടക്കുന്നു, അയ്യേ ഇയാളെന്താ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്, ഇയാളെന്താ ഇങ്ങനെ മുടി മാറി കിടക്കുന്നത്, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. ഞാൻ അവിടെ കടകാലടിച്ചത് കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അത് ആസിഫ് എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരൊക്കെ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ടോ, നമ്മുടെ മുമ്പിലുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഈ വെള്ളത്തിൽ കിടന്ന് കടകാലടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുറ്റം പറയുന്നവരെയും നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം അവരതേ കണ്ടിട്ടുള്ളൂ. അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഒരു പത്രത്തിന്റെ കാര്യം സിനിമയിൽ മെൻഷൻ ചെയ്തിരുന്നു. എന്ത് കാര്യത്തിനും ഈ പത്രം ഉപയോഗിക്കാം. അതായത്
ഈ പത്രം കീറി പെട്രോൾ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് മതി, പെട്രോൾ ഉണ്ടായിക്കോളും. അത് റിയാലിറ്റിയാണ്. ശരിക്കും യൂട്യൂബിൽ ഇപ്പോഴും ഒരു ചേട്ടൻ ബൈക്ക് അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇൻസ്പയർഡ് ചെയ്തെന്ന് എനിക്ക് തോന്നി. നമ്മൾ കേട്ടിട്ടുണ്ട് ഓഡിയോ കേട്ടിട്ടുണ്ട്. വർക്ക്ഷോപ്പുകാരൻ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ പെട്രോൾ തീർന്നു പോയി, അപ്പോൾ പത്രം ഉണ്ടായിരുന്നു, കീറി ടാങ്കിലിട്ടു. ഈ കാര്യം നിങ്ങൾ അത് ചൂണ്ടി തോന്നി. അത് ആരുടെ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണല്ലോ. അതെ അതെ. പക്ഷെ അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ എഫക്റ്റും നിങ്ങൾ കണ്ടതല്ലേ. ഏത് കാര്യത്തിനും ആ പത്രം ഉപയോഗിക്കാം. ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷൻ പോലെ ഇല്ല, അല്ല മുന്നത്തെ സിനിമ പ്രൊമോഷൻ പോലെ ഇല്ല സിനിമ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ കൂടെ നടക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഈ ഓൺലൈൻ പാപ്പരാത്തികളുടെ നമുക്ക് വല്ലാത്ത രീതിയിൽ നമ്മളെ നെഗറ്റീവ് തരുന്ന രീതിയിലൊക്കെ സംസാരം വരുന്നത്, എടുക്കുന്നത് ശരിയല്ല, ഇടുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല വരേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അഭിപ്രായം പറഞ്ഞാൽ വിഷയവും അല്ല. ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നമുക്കൊരു സംഭവം പറയാം. നമ്മളെ പടത്തിന്റെ റിവ്യൂവിന് പടത്തിന്റെ റെസ്പോൺസിന് ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇത് വെറുതെ ഒരു പരിപാടിയല്ല. നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. ഒരു സിനിമ ഒന്ന് സ്വരുക്കൂട്ടി എടുക്കാൻ നോക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആൾക്കാർ നല്ലതും പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഹെഡിങ്ങിൽ ഒരു വീഡിയോ കാണുന്നുണ്ട്. അയ്യോ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാവരും പോസിറ്റീവ് പറഞ്ഞേക്കണം. ഈ വീഡിയോ എടുത്ത ആൾ തന്നെ പോസിറ്റീവ് പറയണം. പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളർത്തി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം എന്താ, ദൈവമേ നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളുണ്ട് നമ്മളിൽ. അത് നമ്മുടെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇല്ല, എല്ലാരും പറഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയ ഞാനിന്ന് കണ്ട വേറെ വീഡിയോസും കണ്ടോ, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഇത് സിനിമയോ സീരിയലോ ഇതിൽ ബേസിക്കലി നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാണെങ്കിൽ ബ്രോ അങ്ങോട്ടല്ലോ അങ്ങോട്ടില്ല ബ്രോ, നമ്മളെ കൂടെ ഫാമിലിയെ കൊണ്ടുവരുമ്പോ ഇവരെടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മളുടെ വീട്ടിലേക്കാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടമോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചാല് കുറച്ച് പേര് മാത്രം ചെയ്യുന്ന ഒരു കാര്യം ഒരു മേഖലയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് പേര് ചെയ്യുന്നത് ആ ഒരു മേഖല തന്നെ ബാധിക്കുന്ന പോലെ തോന്നുന്നു. അല്ല, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വ്യക്തിപരമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നോ രണ്ടോ പേര് പറഞ്ഞത് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതല്ല, ഞങ്ങളുടെ വ്യക്തിപരമാണ്. അതും വ്യക്തിപരമാണ്, നിങ്ങൾ ചോദിച്ചത് വ്യക്തിപരമാണ്. എല്ലാം വ്യക്തിപരമാണ് ആക്ച്വലി. ബ്രോ അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ ഒരു പത്രത്തിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പം ആ പത്രത്തിന്റെ കേസ് അതും നെഗറ്റീവ് പോസിറ്റീവ് എക്സോറായി. പക്ഷെ ഈ നമ്മുടെ അതിന്റെ ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സഭയുടെ യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെയാണ് അങ്ങനെ ഒരു സംഭവം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലൊരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്.